നിനക്ക് നീ ചെയ്തത് വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ സ്വപ്നയെ കള്ളക്കേസിൽ കുടുക്കിയതിന്റെ കുറ്റബോധം നിന്നെ വല്ലാതെ ബാധിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നീ സത്യസന്ധനായ ഒരു പോലീസുകാരന്റെ മകളാ. അദ്ദേഹം കാണിച്ചു തന്ന വഴിയിലൂടെയാണ് നീ നടന്നതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പക്ഷേ ആ വഴി നടന്ന നീതി നടപ്പാക്കാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞാൻ തെറ്റായ വഴി തിരഞ്ഞെടുത്തത്. കാശിന്റെ ബലം കൊണ്ട് സ്വപ്നയെ ഗോപാലൻ വൈകാതെ പുറത്തിറക്കുമായിരിക്കും. പക്ഷേ കുറച്ചു കാലമെങ്കിലും അവളെ അഴിക്കുള്ളിൽ ഇടാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷിക്കാലോ. നിനക്ക് ഞാൻ പറയാലോ. എന്താ നിങ്ങൾ തമ്മിൽ നല്ല വഴക്കിലാന്ന് തോന്നുന്നു. എന്റെ അനിയത്തെ കള്ളക്കേസിൽ കുടിക്കിയതിന് ഇവളെ കൊഞ്ചിക്കാൻ പറ്റില്ലല്ലോ. സ്വപ്നയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ട് നിനക്ക് സന്തോഷമായി കാണുമല്ലേ? സത്യം പറയാലോ, എനിക്ക് നല്ല സന്തോഷമായി. എനിക്ക് മാത്രമല്ല, മഹിമയ്ക്കും സന്തോഷമായി. എടാ, തെറ്റാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും എനിക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരാളുടെ സങ്കടത്തിൽ സന്തോഷിക്കുന്നത് തെറ്റാണെന്ന് പറയാറുള്ള നീ തന്നെ ഇങ്ങനെ പെരുമാറണം. നിന്നെ സ്വപ്ന ഒരുപാട് ദ്രോഹിച്ചതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നെ ദ്രോഹിച്ച് ഞാൻ അങ്ങ് മറക്കാം. പക്ഷേ മഹിമയോട് അവൾ ചെയ്തത് അതൊരിക്കലും ഞാൻ മറക്കില്ല. മഞ്ജുവായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മഹിമ പറഞ്ഞു തീർക്കാൻ തയ്യാറായി നിൽക്കുമ്പോഴാ സ്വപ്ന അവളെ വൃത്തിയായിട്ട് കളി കളിച്ചത്. അവളുടെ ഇല്ലാത്ത കുഞ്ഞിനെ കൊന്നെന്നും പറഞ്ഞ് നീ അടക്കം എല്ലാവരുടെയും മുന്നിൽ മഹിമയെ സ്വപ്ന ഒരു കുറ്റവാളിയാക്കിയില്ലേ? എന്തിന്? നമ്മൾ തമ്മിലും അത് പറഞ്ഞ് വഴക്കായില്ലേ? മറ്റാരേക്കാളും മഞ്ജുവിന്റെ മുന്നിൽ ചെയ്യാത്ത തെറ്റിന് കുറ്റക്കാരിയായതായിരുന്നു മഹിമയെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. മഹിമ അന്ന് എന്തുമാത്രം കരഞ്ഞെന്ന് ഞാനേ കണ്ടുള്ളൂ. എന്തായാലും മഞ്ജു കാരണം തന്നെ സ്വപ്നകത്ത് പോയാലേ എനിക്ക് സന്തോഷമേ ഉള്ളൂ. മഞ്ജു നിയമം ലംഘിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് നിനക്കറിയില്ലേ? നീ ഒരു മജിസ്ട്രേറ്റ് ആവാൻ പോകുന്ന ആളല്ലേ? മഞ്ജു ചെയ്തതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ചിലപ്പോഴൊക്കെ മനുഷ്യർക്ക് നിയമത്തെക്കാൾ കൂടുതൽ വേണ്ടതേ നീതിയായിരിക്കും.